പറഞ്ഞു 40,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കണം. ഇന്നല്ല 10 വർഷം മുമ്പ്. അത് മേടിക്കാൻ വേണ്ടി 10 വർഷത്തിന് ശേഷം സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. മനസ്സിലാക്കണം, ഉത്തരവാദിത്തപ്പെട്ടവർക്കും അധികാരികൾക്കും ബാക്കിയുള്ളവർക്കും നമ്മളോടുള്ള സമീപനം എന്താണെന്നുള്ളത്. നമുക്കറിയാം, പലരും ചോദിക്കുന്നു നിങ്ങൾ ഇത്ര വലിയൊരു വർധന എന്തിനും ചോദിക്കുന്നതാണ്. ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്താ, 10 വർഷം മുൻപ് വരെ നമുക്കൊന്നുമില്ലായിരുന്നു, മൈനസായിരുന്നു അല്ലേ, അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അതിൽ നിന്ന് ഒരു 10 വർഷം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തോടെ ശമ്പളം എത്തണമെങ്കിൽ കൂടുതൽ തന്നെ ചോദിക്കണം. പക്ഷേ 40,000 രൂപ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ 10,000 12,000 തരുന്നവർക്കാണ് 40,000 വരുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നത്. 10-12,000 രൂപയ്ക്ക് 10-14,000 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപ തരണം. ഈ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഈ നാട്ടിൽ മാന്യമായി തൊഴിലെടുത്തിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഉണ്ടോ അത്? എത്രയോളം മെൻ്റൽ സ്ട്രെയിനും എത്രത്തോളം സ്ട്രെയിനും എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ പോയി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കസേരയിൽ നിന്ന് കണ്ണടഞ്ഞു പോയാൽ അതിന് എക്സ്പ്ലനേഷൻ എടുക്കും അല്ലേ? ആ എക്സ്പ്ലനേഷനുമായിട്ട് കുറ്റോസം നേഴ്സിംഗ് ഓഫീസും ബാക്കിയുള്ള കയറി നടന്നിട്ട് പിന്നെ പോകുമ്പോൾ ഉച്ചയാവും അല്ലേ? ഇതൊക്കെ ഏത് നാട്ടിലാണ് നടക്കുക? ഇവിടെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? ബാക്കിയുള്ള നാട്ടില് തലവേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തോളാൻ പറയും ഇല്ലേ? ഇവിടെ തലവേദന എന്ന് പറഞ്ഞാൽ തലവേദന കൊണ്ട് കാണിക്കാൻ പറയും. എവിടെ തലവേദന കാണിച്ചു കൊടുക്കുക? ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുക. ശക്തമായിട്ടും പ്രതിഷേധിക്കാതെ, പ്രതികരിക്കാതെ, സമരം ചെയ്യാതെ ഒരവകാശവും ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരടി പിന്നോട്ടില്ല. കാരണം ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണം. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളത്. കാരണം എല്ലാ തരത്തിലും വളർച്ച എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ മുതലാളിമാർക്കോ മാത്രമാണ്. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പ് കൊണ്ടാണ്. കാരണം നമുക്കറിയാം, ഒരു ദിവസം നേഴ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന തുക എത്രയെന്നറിയാം? ഒരു നേഴ്സ് 6 മുതൽ 8 മുതൽ 12 പേഷ്യൻ്റ് വരെ നോക്കുന്നുണ്ട് അല്ലേ? ഈ പറയുന്ന മേടിക്കുന്നതിൻ്റെ 12 എന്ന് പറഞ്ഞാൽ പോലും ഒരു മാസം ഒരു നേഴ്സിന് കൊടുക്കാനുള്ളത് ഒരു ദിവസം കിട്ടും. അതുപോലും കൊടുക്കാൻ തയ്യാറല്ല. മൊത്തം വരുമാനം അല്ലെങ്കിൽ നീക്കിയിരിപ്പ്. അതിനപ്പുറത്തേക്ക് തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നെന്നോ അവരെങ്ങനെ നിലനിൽക്കുന്നെന്നോ അവരുടെ സാമൂഹികമായിട്ടുള്ള വളർച്ച എത്രത്തോളം ഉണ്ടാകുന്നെന്നോ ചിന്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല, വ്യക്തമായ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാന്യമായിട്ട് ഇപ്പോഴും ഇവിടെയുള്ള പേഷ്യൻസിനെ ഒന്നില്ലെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് മറ്റ് ആശുപത്രിയിൽ റെഫർ ചെയ്യുവാനോ അല്ലെങ്കിൽ അടിയേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്യുവാനോ നമ്മളിപ്പോഴും തയ്യാറാണ്. നമുക്കൊരു രോഗിയുടെ ജീവനും ജീവിതവും എത്ര വലുതാണെന്നറിയാം. അവർക്ക് ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളിവിടെ ഉണ്ടാകും. കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ആവശ്യങ്ങൾ പറയുകയും സമരങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വേണ്ട രീതിയിൽ നോക്കി കാണാതെ അവസാന നിമിഷത്തിൽ പേഷ്യൻ്റ് കൂടുതലാണ് നിങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, ഈ കിടക്കുന്ന രോഗികളുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഇവിടെയുള്ള രോഗികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായ മാനേജ്മെൻറ്റിന് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തരേണ്ട നോട്ടീസുകളും അറിയിക്കേണ്ട അറിയിപ്പുകളും എല്ലാം കഴിഞ്ഞു. അതൊന്നും പരിഗണിക്കാതെ ഞങ്ങളെ സമരത്തിലേക്ക് നിർബന്ധിതമായി തള്ളിവിട്ടിരിക്കുന്ന മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചു പോക്കില്ല, ഒരു പിന്മാറ്റമില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയിട്ടേ ഞങ്ങൾ ഇവിടുത്തെ കയറുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഒരിക്കൽ കൂടി മാനേജ്മെൻറ്റ് അറിയിക്കുക. പിന്നെ ഇത് കഴിയുമ്പോൾ ഈ സമയത്ത് പലയിടങ്ങളിലും ഉള്ളതാണ്, വിളിക്കുക, സ്റ്റാഫുകളെ വിളിക്കാൻ. നിങ്ങൾ ട്രെയിനിയാണ്, നിങ്ങളെ പറഞ്ഞുവിടും, നിങ്ങൾ അതെന്താ കോൺട്രാക്റ്റാണ് പറഞ്ഞുവിടും, നിങ്ങളെ ടെമ്പററിയാണ് പറഞ്ഞുവിടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുത്തുന്നവരോട് ഞങ്ങൾ ഒരാൾ പുറത്തിറങ്ങിയ ഒരാളല്ല ഇറങ്ങുക. ഈ കാണുന്ന മുഴുവൻ ആളും ആ കൂടെ പുറത്തുണ്ടാവും. അവർ തിരിച്ചു കയറുന്ന കൂടിയേ ഞങ്ങളും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രതികാരം ചെയ്യാമെന്നോ പേടിപ്പിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ വിചാരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരാളെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. കാരണം ഭീഷണിപ്പെടുത്തിയാൽ അതിനെ ചോദ്യം ചെയ്യുവാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ കാണുന്ന എല്ലാവരും ഉണ്ടാവും. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് നേഴ്സുമാരുണ്ടാവും. നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ